لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ألم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن في ذلك لآيات لقوم يؤمنون. പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിൻ്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി എവരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൻ നഹ്ലിലെ 79-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. നമ്മളെല്ലാവരും ഇന്ന് വലിയ ഒരു വിമാന അപകടത്തിൻ്റെ നേർക്കാഴ്ചകൾ കണ്ട് അതിൻ്റെ നടുക്കത്തിലും വേദനയിലുമാണ് ഉള്ളത്. നമ്മളെല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നതോടൊപ്പം തന്നെ സാന്ദർഭികമായി നമ്മൾ ചില കാര്യങ്ങൾ സന്ദർഭോചിതമായി ഉണർത്താൻ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും പലതരത്തിലുള്ള യാത്രകൾ ദിനേന ചെയ്യുന്നവരാണ്. യാത്രയുടെ ദൈർഘ്യം കൂടിയതും ഉണ്ടാകും, കുറഞ്ഞതും ഉണ്ടാകും. ചിലതൊക്കെ ഒരു യാത്ര എന്ന് പറയാൻ പറ്റാത്ത രൂപത്തില് ദൈർഘ്യം കുറഞ്ഞ ദിവസവും യാത്ര ചെയ്യുന്ന നമ്മൾ, പക്ഷെ എത്ര വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളതാണെങ്കിലും ശരി, എത്ര മെച്ചപ്പെട്ട വാഹനത്തിലാണ് പോകുന്നതെങ്കിലും യാത്രയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ പറഞ്ഞ
ഒരു കാര്യം, അസ്സഫറു ഖിത്അത്തുൻ മിനൽ അദാബ്, എങ്ങനെയായാലും യാത്ര ഒരു ശിക്ഷയുടെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതങ്ങൾ നിറഞ്ഞ പ്രയാസകരമായ സാഹചര്യമാണ് യാത്ര എന്നുള്ളത്. നമ്മുടെ യാത്രയിൽ അനുഭവിക്കുന്ന പ്രയാസം നമുക്കറിയാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ തുടർന്നു പോരുന്ന പല പ്രാഥമിക കാര്യങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പല പ്രയാസങ്ങൾ നമ്മൾ യാത്രയിൽ അനുഭവിക്കും. അതുകൊണ്ടാണ് ശിക്ഷയുടെ ഒരു ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെ പരിചയപ്പെടുത്തിയത്. അതോടൊപ്പം എത്ര സുരക്ഷിതത്വവും അല്ലെങ്കിൽ സംരക്ഷണവും ഉള്ള ഒരു യാത്രാ സംവിധാനങ്ങളാണെങ്കിലും ശരി, പലപ്പോഴായി അത്രയുള്ള യാത്രകൾക്ക് തടസ്സങ്ങൾ നേരിടുന്നതും ചിലതൊക്കെ വലിയ അപകടത്തിൽ ചെന്നു പതിക്കുന്നതും നമ്മൾ കണ്ടതാണ്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പഞ്ചാബിലേക്ക് ഒരു യാത്ര പോയി. നിശ്ചിത സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ യാത്രക്ക് തടസ്സം നേരിടുകയാണ്. അന്നുണ്ടായത് പ്രക്ഷോഭകര് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഓരോ പ്രധാനമന്ത്രി പോകുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ട് എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും സൂക്ഷ്മമായി അടിച്ചു പറുക്കി നോക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ യാത്രയുടെ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത്. എന്നിട്ട് യാത്രക്ക് തടസ്സം നേരിട്ടു. അതേ വർഷം തന്നെയാണ് ഇന്ത്യയുടെ 3 സൈനിക സംവിധാനത്തിലെ മേധാവികൾ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, എത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഉള്ളിലാണ് പോകുന്നതെങ്കിൽ പോലും, എത്ര വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാണെങ്കിൽ പോലും നമ്മുടെ യാത്രകൾ പലപ്പോഴായി ലക്ഷ്യം കാണാതെ തടസ്സങ്ങൾ നേരിട്ട് ഒരു പക്ഷേ അത് വലിയ അപകടത്തിലൊക്കെ ചെന്നുപെടുന്നതൊക്കെ നമ്മൾ നിരന്തരം കാണുകയാണ്. അപ്പൊ യാത്ര എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. യാത്രയുടെ ദുരിതങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞ സംഗതിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളുകളുടെ എണ്ണിയ കൂട്ടത്തിൽ മുസ്തജാബു ദഅവ, അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ ഉടനെ മറ്റൊരു തടസ്സങ്ങളുമില്ലാതെ യാതൊന്നിന്റെയും പേരിൽ തള്ളപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അർഹനായി പരിചയപ്പെടുത്തിയത് യാത്രക്കാരനെയാണ്. എന്താ കാരണം? അത്ര വലിയ ദുരിതത്തിലാണ് അയാൾ പോകുന്നത്. അതുകൊണ്ടാണ് യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് പറയാൻ കാരണം, അത്രയും ക്ലേശകരമായ സാഹചര്യത്തിലൂടെ അയാൾ പോകും, അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. മാത്രമല്ല, ഇസ്ലാമിലെ യാത്രക്കാർക്ക് മാത്രമാണ് പ്രത്യേകിച്ച് പല ഇബാദത്തുകളുടെ ഇളവുകൾ അധികം നൽകപ്പെട്ടത് യാത്രക്കാർക്ക് മാത്രമാണ്. ഇപ്പൊ ഫർദ് നമസ്കാരങ്ങൾ ചുരുക്കിയും നമസ്കരിക്കുവാനൊക്കെ ഉള്ള ഇളവുകൾ, നോമ്പുകാരുടെ യാത്രയിൽ നോമ്പ് അനുഷ്ഠിക്കരുതെന്നുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയത് യാത്രയുടെ പ്രയാസം മനസ്സിലാക്കിയത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെ കുറിച്ച് പറഞ്ഞ മറ്റൊരു സംഗതി, യാത്ര എന്നുള്ളത് ഒരു അളവുകോലാണെന്നാണ്. നമ്മൾ ഒരാളെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയ യാത്രയിലായിരിക്കുന്ന. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് ഒരാളെ കുറിച്ച് അന്വേഷിച്ചു. നിങ്ങൾക്ക് ഇന്ന മനുഷ്യനെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സദസ്സിൽ ഒരാൾ പറഞ്ഞു, എനിക്കറിയാമോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ്? അപ്പൊ ഞാൻ അയാളുടെ അയൽവാസിയാണെന്നും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അവിടെ ഇരിക്കും, നിനക്ക് അയാളെ കുറിച്ച് ഒന്നും അറിയില്ല. മറ്റൊരാൾ പറഞ്ഞു, എനിക്ക് പരിചയമുണ്ടെന്ന്. അങ്ങനെ അവസാനം മൂന്നാമത്തെ ഒരാൾ ചോദിച്ചു, നിനക്കെങ്ങനെയാണ് പരിചയം? അസാഫർത മഅഹു, നിങ്ങൾ ആരെങ്കിലും ആ മനുഷ്യന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇന്നൊക്കെ എല്ലാ തതിരി അനുഭവിച്ചാ, എന്നാൽ നിനക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ ഒരാളെ അറിയാൻ ഉള്ളൊരു മാനദണ്ഡം, കൂടെ യാത്ര ചെയ്താൽ അയാളുടെ എല്ലാ ഗുണഗണങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യാത്ര ഒരു അളവ് പോലെ ആയിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മളെന്ന നിലയിൽ
ഇസ്ലാമികപരമായി ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷെ ആ യാത്ര നമ്മുടെ ജീവിതത്തിലെ ഒരു അവസാന യാത്രയാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും ഇരയായവരിൽ നമ്മൾ ഉൾപ്പെടും എന്നതുകൊണ്ടാണ്. അതിന് ഹദീസ് ഗ്രന്ഥങ്ങളിലും പണ്ഡിതന്മാർ അതെല്ലാം ക്രോഡീകരിച്ച് പറഞ്ഞ ചില സംഗതികളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റായ ഒരു കാര്യത്തിനായിരിക്കരുത് നമ്മുടെ യാത്ര. ഒന്നാമത് അതാണ്. അള്ളാഹുവിന്റെ കോപങ്ങൾ വാങ്ങുന്ന, അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത, തൃപ്തിയല്ലാത്ത മാർഗത്തിലൂടെയും വഴിയിലൂടെയും ആവശ്യത്തിനുമായിരിക്കരുത് നമ്മുടെ യാത്രകൾ എന്ന് നമ്മൾ ആദ്യം കാണും. അതാണ് ഏറ്റവും സുപ്രധാനമായ സംഗതി. രണ്ടാമത്തെ സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് ആവശ്യത്തിനാണോ നിങ്ങൾ യാത്ര പോകുന്നത്, എത്ര ദൂരത്തായാലും യാത്രയുടെ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചാൽ ഉടനെ മടങ്ങി വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖളാ നഹ്മതു ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലി. നിങ്ങൾ യാത്രയ്ക്ക് പോയാൽ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. പിന്നെ അവിടെ തങ്ങി നിൽക്കുന്ന സമയം, ദിവസങ്ങൾ ആവശ്യം. നമ്മുടെ ആവശ്യങ്ങൾ എന്തിനാണ് പോയത് അത് പൂർത്തീകരിച്ചു ഉടനെ തിരിച്ചു വരാൻ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ടാമത്തെ സംഗതി. മൂന്നാമത്, ഒരു നിവൃത്തിയുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ യഅലമുന്നാസു മാ ഫിൽ വഹദതി, ഒറ്റയ്ക്ക് യാത്ര ചെയ്താലുള്ള ദുരിതങ്ങൾ ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരാളും ഒറ്റയ്ക്ക് യാത്ര ചെയ്തു എന്ന് എനിക്ക് കേൾക്കേണ്ടി വരില്ല എന്നാണ്. അപ്പൊ യാത്രയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ അറിയാത്ത കുറെ നബിക്കറിയാം. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരാൾ ഒരൊറ്റയ്ക്ക് യാത്ര ചെയ്തു എന്ന് കേൾക്കേണ്ടി വരില്ല എന്നാണ്. അപ്പൊ ചില യാത്രകളൊക്കെയും ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് മാത്രം പോകാൻ കഴിയുന്ന യാത്ര ഉണ്ടാവും. ഈ യാത്ര എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അടുത്തത് ഇവിടെ നിന്ന് ആലുവക്കോ കോഴിക്കോട് നിന്ന് ഒരു യാത്ര എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ സംഗതി, അതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ ഇവിടുത്തെ നബി പറഞ്ഞു, ഒരു രാത്രിയും പകലുമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സഹയാത്രികനായി ഉണ്ടാകണം എന്നുള്ളതാണ്. രാത്രിയും പകലുമാണ് നമ്മൾ യാത്രയെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ സഹയാത്രികനായി ഉണ്ടാകണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മര്യാദയാണ്. മറ്റൊരു മര്യാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരമാവധി അതിരാവിലെ യാത്രയ്ക്ക് ഇറങ്ങാൻ ശ്രമിക്കണമെന്നാണ്. അതെന്തിനാ? നമ്മൾ ഏർലി മോർണിംഗ് എന്ന് പറയുന്ന സമയം ഉണ്ടല്ലോ, നല്ല എപ്പോഴും ഫ്രഷ് മൂഡിലായിരിക്കും. ആ സമയത്തിന് നബി സല്ലല്ലാഹു ബുക്കൂർ എന്നാണ് പറയാ. ശരിക്കും ബുക്കൂർ എന്ന് പറഞ്ഞാൽ ഈ പക്ഷികളൊക്കെ കൂട്ടിൽ നിന്ന് കലവിലെ കൂട്ടി ഇറക്കുന്ന സമയത്തിനാണ്, അറബി ഭാഷയിൽ സാഹിത്യപരമായിട്ട് ആ സമയത്തിനാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹു എൻ്റെ ഉമ്മത്തിലെ ആളുകൾ ഈ അതിരാവിലെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നീ ബർക്കത്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച സമയമാണ്. അപ്പൊ യാത്ര മാത്രമല്ല, നമ്മുടെ ഏത് പ്രവർത്തനത്തിലും രാവിലെ തുടങ്ങുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ബർക്കത്ത് ഉണ്ടാകും എന്നതാണ്. അപ്പൊ യാത്രയാണെങ്കിലോ ആ യാത്രയ്ക്ക് പ്രത്യേകമായ ദൈവികമായ ഒരു സുരക്ഷിതത്വം, ഒരു സംരക്ഷണവും, ഒരു ബർക്കത്തും ഉണ്ടാകും എന്നർത്ഥം. അപ്പൊ പരമാവധി നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ യാത്രകൾ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിലെ മറ്റൊരു മര്യാദ. യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ ദ വേയിൽ യാത്രയിൽ ഇരിക്കുമ്പോൾ ആ സമയം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ യാത്രയിൽ ഫ്രീ ആയി കുറെ ഇരിക്കുമല്ലോ. നമുക്കിപ്പോൾ ഇഷ്ടംപോലെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെക്കാളൊക്കെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ, ഏതെങ്കിലും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ മറ്റ് നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലിയിരിക്കുക. അപ്പൊ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യാത്രയുടെ സമയങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ച മറ്റൊരു യാത്ര മര്യാദയായി നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം. മറ്റൊന്ന്, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഭൗതിക സുരക്ഷാ സംവിധാനങ്ങളും നമ്മൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. നമ്മൾ വാഹനത്തിലാണ് സ്വന്തം ഡ്രൈവ് ചെയ്താൽ പോകണമെങ്കിൽ നമുക്ക് വാഹനത്തിന് മുമ്പ് ഒരു ദീർഘയാത്രയ്ക്ക് പോണതിന് മുമ്പ് വാഹനത്തിൽ എന്തൊക്കെ പരിശോധിക്കണമെന്ന് നമുക്കറിയാലോ. ആ പരിശോധനയൊക്കെ നടത്തി നമ്മുടെ അറിവനുസരിച്ച് ഒരു കുഴപ്പമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ച് കയറിയിരുന്ന് ഇപ്പോൾ മറ്റ് കാർ സംവിധാനങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് മറ്റെല്ലാ സംവിധാനവും ഉറപ്പുവരുത്തിയിട്ട്, ടൂ വീലറുകളാണ് ഹെൽമറ്റൊക്കെ ധരിച്ച്
അങ്ങനെ ഭൗതികമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സ്വീകരിച്ചിട്ടായിരിക്കണം യാത്രയ്ക്ക് പുറപ്പെടേണ്ടത്. അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ കൊണ്ട് മാത്രമായതുകൊണ്ടല്ല. ഒരു മുസ്ലിം എന്ന നിലയിൽ ഇത് കൂടുതൽ പാലിക്കണം. അത് മതപരമായ ബാധ്യത കൂടിയാണ്. അപ്പൊ അവിടേക്കാണ് തവക്കുലിന് പ്രസക്തിയുള്ളൂ കേട്ടോ. നമ്മൾ അതൊന്നും ചെയ്യാതെ തവക്കുൽ അലല്ലാഹ് പറഞ്ഞ് ഇറങ്ങിയാൽ, ഞാൻ തവക്കുൽ ചെയ്ത ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ തവക്കുൽ അസ്ഥാനത്താണ്. അതൊരിക്കലും തവക്കുലായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പൊ സുരക്ഷാ സംവിധാനങ്ങൾ പരമാവധി സ്വീകരിക്കുകയും ഉപയോഗപ്പെടുത്തിയിട്ട് കൃത്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് മറ്റൊരു മര്യാദയാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഉണ്ട്. യാത്രയിൽ എന്ത് കാരണവശാലും തടസ്സം നേരിട്ടു എന്ന് വിചാരിക്കാം. ഒരുപക്ഷെ നമ്മുടെ വാഹനത്തിനായിരിക്കും. നമ്മുടെ വാഹനം പെട്ടെന്ന് എവിടെയെങ്കിലും പറ്റി ബ്രേക്ക് ഡൗൺ ആയി. ഒരിക്കൽ പോലും ആ വാഹനത്തെ നമ്മൾ ശപിക്കരുത്. നമ്മൾ ശപിക്കുന്ന ചില വർത്താനം, നമ്മുടെ നാടൻ വർത്താനുണ്ട്, അതുപോലും നടത്താൻ പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു യാത്രയിൽ നബി ഇങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു സ്ത്രീ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് നബിയുടെ അടുത്തൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ കുറച്ചെത്തിയപ്പോ ഈ ഒട്ടകം ഇങ്ങനെ ക്ഷീണിതനായി നടക്കാൻ കഴിയാതെ നിന്നപ്പോൾ ഈ ഒട്ടകപ്പുറത്തിന്റെ സ്ത്രീ വല്ലാതെ അതിനെ ഉപദ്രവിക്കുക. അവസാനം ഈ ഒട്ടകത്തെ ശപിച്ചു. ശപിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ആ സ്ത്രീയോട് നിൽക്കാൻ പറയാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങണം, നിന്റെ സാധനം എടുക്കണം, ഇനി ഇതിനെ പുറത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ശപിക്കപ്പെട്ടു പോയി എന്നാണ്. അപ്പൊ അങ്ങനെ ശാപം എന്ന് പറഞ്ഞാൽ നമ്മൾ എതിരെ പ്രാർത്ഥിക്കുന്നതിനെ ശപിക്കാന്ന് പറഞ്ഞാൽ എതിരെ പ്രാർത്ഥിച്ച ഒരു സംവിധാനത്തിൽ പിന്നെ എന്ത് ധൈര്യത്തോടു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യാം. അപ്പൊ എന്ത് വന്നാലും ശരി, ചിലപ്പോൾ നമ്മുടെ ബ്ലോക്കിൽ പെടുകയാണ്. ആ ബ്ലോക്കിൽ പെട്ടാൽ നമ്മുടെ അസ്വസ്ഥ, നമുക്കായിരിക്കും ധൃതി, മുന്നേ പോണാകുമ്പോൾ ധൃതി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ധൃതി ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവർ മാറി തരണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളത് അതിന് മുൻകൂട്ടി നമ്മൾ കാണണമായിരുന്നു. അപ്പൊ അവിടെയുള്ള ഒരു തരത്തിലുള്ള ശാപവാക്കുകൾ വാഹനത്തെയോ മുന്നിലുള്ളതെയോ സംവിധാനങ്ങളെയോ ഒന്നും നമ്മൾ ശപിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ ദൈവകോപത്തിന് ഇരയായി മാറും എന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന യാത്രകൾ നല്ല സഹയാത്രികളെ തിരഞ്ഞെടുക്കണം. നമ്മുടെ യാത്ര പോയി തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഒരു നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന, നല്ല അനുഭവം തരുന്ന നല്ല സഹയാത്രികളെ പരമാവധി തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ ആ യാത്ര നമുക്കൊരു ഓർമ്മയിൽ എന്നും ഓർക്കാൻ കഴിയും. നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറും, പല കാര്യത്തിൽ അറിയാൻ കഴിയും. അതുകൊണ്ട് നല്ല സഹയാത്രികളെ നമ്മൾ ചിലവരോ യാത്ര പോയി അവസാനം പോകുമ്പോൾ നല്ല ഫ്രണ്ട്സായിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ആകെ തല്ലി പിരിഞ്ഞ് പ്രശ്നമായി അതുണ്ടാകരുത്. അത് യാത്രയിൽ അധികം സംഭവിക്കാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സഹയാത്രികളെ തിരഞ്ഞെടുക്കണം എന്ന് പറയാൻ കാരണം. പിന്നെ യാത്ര പോകുന്നവർ, ഇപ്പൊ ദീർഘമായ ഒരു യാത്ര പോകുന്ന വിദേശ ജോലിക്കോ മറ്റോ എന്തൊരു കാര്യത്തിൽ പോകുമ്പോൾ അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക എന്നുള്ളത് സുന്നത്താണ്. എന്താ കാരണം? ഈ പോകുന്ന യാത്രികൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അർഹനാണ്. അപ്പൊ അവനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ, താങ്കൾ യാത്രയിലാണ്, യാത്രക്കാരനാണ്, താങ്കൾ മുസ്തജാബ് ദഅവയാണ്, താങ്കൾ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയല് യാത്ര അയക്കുന്നവരുടെ ഒരു മര്യാദയും സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതും ശീലമാക്കുന്നതാണ്. മറ്റൊന്ന്, ഈ യാത്രികന് ദൈവികമായ സൗഭാഗ്യവും അനുഗ്രഹവും നിഷേധിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവരുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ബർക്കത്ത് നിഷേധിക്കപ്പെടുന്ന ഒന്നും നമ്മുടെ യാത്രയിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത്. ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവും. ചിലത് കണ്ടില്ല, നമ്മൾക്ക് വളരെ അസ്വസ്ഥത, ചില വിവാഹ യാത്രകൾ അല്ലെങ്കിൽ വിനോദയാത്രകളൊക്കെയും വലിയ വാഹനത്തിലെ ശബ്ദം ഉണ്ടാക്കി മ്യൂസിക് ഇട്ട് ആളുകൾക്ക്, പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഒച്ചപ്പാട് ബഹളായി മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, അതൊക്കെ നമ്മുടെ യാത്രയുടെ സൗഭാഗ്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന യാത്രയാണ്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി നമ്മൾ സുഖമായി യാത്രയിൽ ദൈവികമായ ബർക്കത്തുണ്ടാവോ? അതുണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ ദൈവികമായ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്ന പ്രവൃത്തി നമ്മുടെ കൂടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് ശ്രമിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം ഏറ്റവും ഗൗരവപ്പെട്ട സംഗതി, യാത്രയ്ക്ക് പോകുമ്പോൾ യാത്ര തിരിച്ചു വരാൻ കൂടി ഉള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ പോകണം. യാത്ര അവസാനത്തെ യാത്രയാണെന്ന് പറഞ്ഞിട്ടല്ല, ഇത് തിരിച്ചു വരാൻ കൂടി ഉള്ള യാത്രയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി യാത്രയ്ക്ക് പോകേണ്ടത് എന്നാണ്. ഇതൊക്കെ ഇസ്ലാമികപരമായി നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട ചില മര്യാദകളും നിർദ്ദേശങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ പരമാവധി പാലിക്കുകയാണെങ്കിൽ ആ യാത്രയ്ക്ക് നമുക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്.
പിന്നെ ദൈവികമായ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കും. ഇനി അതെല്ലാം വിചാരിക്കാം, നമ്മുടെ യാത്രയിൽ നമുക്ക് നമ്മുടെ വിധി എന്ന് രേഖപ്പെടുന്നതനുസരിച്ച് നമുക്ക് വരെ സംഭവിച്ചാൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മുടെ ഇരയായി മാറും. അതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. ആ യാത്ര നമ്മുടെ ഗുണകരമായി മാറും എന്നതുകൊണ്ടാണ് ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നത്. ഇനി യാത്രയെ ശ്രദ്ധിക്കുമ്പോഴും വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ 3 സംഗതികൾ ഉണർത്തിയത്. ഒന്ന്, യാത്രക്കാർ എപ്പോഴും വിനയാന്വിതരായിട്ട് യാത്ര ചെയ്യണമെന്നാണ്. അഹങ്കരിച്ചുകൊണ്ടും തന്റെ ഗർവ് നടിച്ചുകൊണ്ടും എന്ന് പറഞ്ഞാൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യ എന്ന് പറയുന്ന തന്ത്രമാണ്. നബിക്ക് ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു വാഹനം കൊണ്ടുവന്നു. അതിലൊരു നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്ന പോലെ ആ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിക്കാൻ ഒരാളുണ്ട്. അപ്പൊ അയാള് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കയറാൻ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ആദ്യം കയറുന്നു. അപ്പൊ അവസാനം അയാൾ ആദ്യം കയറ്റിയത് നബി അദ്ദേഹത്തിന്റെ പുറകിലാണ് ഇരുന്നത് എന്ന് പറഞ്ഞാൽ താൻ വലിയ നേതാവായി ചമഞ്ഞ മുന്നിൽ കയറി ഇരുന്ന് അങ്ങനെയല്ല, അത് വിനയാന്വിതരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുറകിലായിരുന്നു യാത്ര ചെയ്തത് എന്ന് കാണാൻ സാധിക്കുന്ന അർത്ഥം. അപ്പൊ അതൊക്കെ ഒരു വിനയത്തിന്റെയും ഒക്കെ ഒരു അടയാളമായിട്ട് പണ്ഡിതമായിട്ട് സൂചിപ്പിച്ച സംഗതിയാണ്. പിന്നെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായിട്ടായിരിക്കണം യാത്രയിൽ പോകുമ്പോഴും യാത്രയിലും ചെന്നിറങ്ങുമ്പോഴൊക്കെ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, വാഹനം കയറ്റം കയറുമ്പോൾ, വാഹനം ഇറക്കമിറങ്ങുമ്പോൾ, ചെന്ന് ഏതെങ്കിലും സ്ഥലത്ത് നമ്മളൊന്ന് വിശ്രമിക്കാൻ ഇറങ്ങിയാൽ അവിടെ ചെല്ലുമ്പോഴുള്ള പ്രാർത്ഥന, യാത്ര അവസാനിച്ചാൽ ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, വീട്ടിലെത്തിയിട്ട് ശേഷമുള്ള പ്രാർത്ഥന, അങ്ങനെ എത്രയോ പ്രാർത്ഥനകളാണ്. അന്ന് പറഞ്ഞ യാത്ര മുഴുവൻ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായിട്ടായിരിക്കണം എന്നാണ്. 3ാമത്തെ സംഗതി ഭക്തിസാന്ദ്രമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ട സംഗതിയിലാണ് അപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ആകാശയാത്രയെ സംബന്ധിച്ചോളം മനുഷ്യന് എന്ത് റോൾ അതിനുള്ളത്? മനുഷ്യന്റെ കഴിവിന്റെയും അവന്റെ ബുദ്ധിയുടെയും ഒക്കെ വലിയ അടയാളമായി നമ്മൾ എടുത്തു പറഞ്ഞു. ഒപ്പം ആകാശയാത്രയും മറ്റ് കപ്പൽ യാത്രയൊക്കെ മറ്റൊരു ഭാഗവും കൂടിയാണ്. പക്ഷെ ആകാശയാത്രയെ കുറിച്ച് പറയാൻ ഞാൻ കാരണം, വിശുദ്ധ ഖുർആൻ ഞാൻ ആമുഖമായി ഓതി വെച്ച 2 ആയത്തുകളുണ്ട്. ആ ആയത്തിൽ എന്താ? പക്ഷിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ, അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികൾക്ക് നേരെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഫീ ജൗവി സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ ആരാണ് താങ്ങി നിർത്തിയിരിക്കുന്നത്? അല്ലാഹു അല്ലാതെ മറ്റൊരു ഏത് ശക്തിയാണ്? ഇന്ന ഫീ ദാലിക ലആയാതി ലിഖൗമി യുഅ്മിനൂൻ, ചിന്തിക്കുന്ന നിങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ടെന്നാണ്. ആ പക്ഷി പറക്കുന്നതിൽ എന്താണ് ദൃഷ്ടാന്തം? സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞു, അവലം യറൗ ഇല ത്വയ്രി ഫൗകകും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുന്ന ഇല്ല റഹ്മാൻ, ആകാശത്തിലൂടെ ചിറകുകൾ വിടർത്തിയും ചേർത്തു പിടിച്ച് പറക്കുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പരമകാരുണ്യകരായ അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തിയും അവരെ താങ്ങി നിർത്തുന്നില്ല. ഇത് തന്നെയാണ് ആകാശയാത്രയുടെ അത്ഭുതം. ആകാശയാത്രയുടെയും അത്ഭുതവും സംവിധാനം ഇത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാന, അവിടെ അല്ലാഹു റഹ്മാൻ ഉപയോഗിച്ചത്. അപ്പൊ എന്തുകൊണ്ട് റഹ്മാൻ ഉപയോഗിച്ചു? പരമകാരുണ്യകന്റെ ശക്തിയിലും കഴിവിലുമാണ് ഈ യാത്ര. ഈ നമ്മൾ ഇത്ര ആളുകളുമായി പോകുന്ന ഈ വലിയ പക്ഷി സമാനമായ ഈ യാത്രാ സംവിധാനം അല്ലാഹുവിൽ താങ്ങി നിർത്തിയിരിക്കുകയാണ്. അതിൽ യാത്ര ചെയ്യുന്ന മനുഷ്യന് ബോധ്യം വേണ്ടേ? ഞാൻ സർവ്വ നിയന്ത്രണങ്ങളൊക്കെ വിട്ടു നിൽക്കുന്ന ആകാശത്തിന് അന്തരീക്ഷത്തിലാണെന്നും അല്ലാഹു താങ്ങി നിർത്തിയത് കൊണ്ടാണ് തങ്ങൾ നിൽക്കുന്നതെന്നും ആ താങ്ങലിൽ കേടുപറ്റാത്ത ഒരു പ്രവൃത്തിയും തന്റെ പക്കത്ത് ഉണ്ടാകാൻ പാടില്ല എന്നും ഒരു ചിന്തയും മനസ്സുമായിട്ട് പോകണ്ടേ. അതിന് പകരമായി ആർത്തുല്ലസിച്ചുകൊണ്ടും അട്ടഹസിച്ചുകൊണ്ടും പിന്നെ ധാർമ്മികത നശിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് പോകുന്ന മനുഷ്യന് പിന്നെ ആര് താങ്ങി നിർത്തും? ആ താങ്ങൽ അല്ലാണ്ട് വിടുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിക്കും നമുക്കറിയാലോ, അതാണ് സംഭവിക്കുക. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സുരക്ഷിത ബോധവും കൂടി നമ്മൾ കാണേണ്ടത് എല്ലാ യാത്രകളും കാണുന്ന ഒപ്പം തന്നെയും ആകാശയാത്രകൾക്ക് അത്തരത്തിലുള്ള ഒരു വിശദീകരണം വിശുദ്ധ ഖുർആൻ കൂടി നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം അത്ര യാത്രകളൊക്കെ നമ്മൾ പങ്കെടുക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ മറ്റ് യാത്രകളൊക്കെ നമ്മളെ വിലയിരുത്തേണ്ടതോ കണക്ക് കൂട്ടേണ്ടതോ നമ്മൾ അതിനോട് ജഡ്ജ്മെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല.
നമുക്കറിയില്ലാത്ത സംഗതിയെക്കുറിച്ച് നമ്മൾ വിശദീകരണം പറയേണ്ടതില്ല. നമുക്ക് സ്വീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും സൗഭാഗ്യത്തിനും ഇരയായി മാറാൻ ശ്രമിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെടുമ്പോൾ വാഹനത്തിൽ കയറിയിരുന്നാലും നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പല പ്രാർത്ഥനകളുണ്ട്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഖുർആനിൽ ഒരു ആയത്താണ്. ആ ആയത്ത് തൊട്ട് മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയിട്ട് യാത്ര പുറപ്പെടാൻ നേരത്തെ അല്ലാഹു പറഞ്ഞു ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാ. നൂഹ, ഈ യാത്ര തുടങ്ങുന്നതും അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം, ഈ യാത്ര അവസാനിപ്പിക്കേണ്ടതും അള്ളാഹുവിന്റെ യാത്രയായിരിക്കണം. ഇതാണ് വലിയ പ്രധാന സംഗതിയാണ്. തുടങ്ങുന്നതും ദൈവികമായ സ്മരണ കൊണ്ടായിരിക്കണം, യാത്ര അവസാനിക്കുമ്പോഴും ദൈവികമായ സ്മരണയിലായിരിക്കണം. നമുക്ക് ആ പ്രാർത്ഥന നോക്കുക. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ യാത്രാ വാഹനം ഞങ്ങൾ കീഴ്പ്പെടുത്തുന്ന അല്ലാഹുവേ നീ എത്രയോ പരിശുദ്ധൻ. ഞങ്ങൾക്ക് ഈ യാത്രാ വാഹനം ഒരു നിലക്കും കീഴ്പ്പെടുത്താൻ പറ്റിയ സംവിധാനം അല്ല എന്നാണ്. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇനി ഈ യാത്രയിൽ ഞങ്ങൾക്ക് വല്ലതും പറ്റിയാൽ ഞങ്ങൾ തിരിച്ചു വരാനുള്ളത് നിന്നിലേക്കാണ്, വീട്ടിലെട്ടാന്നല്ല. തിരിച്ചു വരാനുള്ളത് അല്ലാഹുവേ നിന്നിലേക്കാണ്. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ തിരിച്ചു പോരാൻ നിന്നിലാണ്. അതുകൊണ്ട് ആ ബോധ്യത്തോടു കൂടിയാണ് ഈ യാത്ര പോകുന്നത് എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ നോക്കൂ, അല്ലാഹുമ്മ അന്ത സാഹിബു ഫി സഫർ. അല്ലാഹുവേ നീയാണ് എൻ്റെ യാത്രയിലെ സഹയാത്രികൻ. വൽ ഖലീഫത്തു ഫി അഹൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അഭാവത്തിൽ അവരുടെ സംരക്ഷകനായി നീയാണുള്ളത്. നോക്കൂ, ഇത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഈമാന്റെ കരുത്ത് നോക്ക്. എൻ്റെ കൂടെ യാത്രികനായി നീ ഉണ്ടാകണം, എൻ്റെ വീട്ടിൽ അവർക്ക് സംരക്ഷകനായി നീ ഉണ്ടാകണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ബഅസാഇ സഫർ, യാത്രയിലെ എല്ലാ ക്ലേശത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വകആബത്തിൽ മൻദർ, ദുഃഖകരമായ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകൾ കാണാതിരിക്കുക. ഒരു ദിവസം നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ നമ്മളൊരു നല്ല യാത്ര വ്യാഴ്ച ഇറങ്ങി കഴിയും, പക്ഷെ എന്തൊരു പ്രയാസകരമായ കാഴ്ചകളാണ് തിരിച്ചു വരുമ്പോൾ കാണേണ്ടി വരിക. അപകടങ്ങളുടെ നിർജീവവും കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളൊക്കെയും കാണേണ്ടി വരുന്നു. മോശമായ രൂപത്തിൽ വീട്ടിൽ തിരിച്ചു വരാൻ എന്ന് പറഞ്ഞാൽ, പോയപ്പോൾ സന്തോഷത്തോടു കൂടി കുടുംബസമേതം പോയതാണ്, തിരിച്ചു വരുമ്പോൾ ആ സന്തോഷത്തോടു കൂടി തിരിച്ചു വരാൻ പറ്റിയില്ല. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കിയത് നോക്കി. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പോകുന്ന ഒരാളെ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടല്ലോ, അതുണ്ടാകണം. നമുക്കിപ്പോൾ ഈ പറയപ്പെട്ട വിമാനം എല്ലാ സേഫ്റ്റി ഓഫീസർ പരിശോധിച്ച് ഓക്കെ എന്ന് കൊടുത്തതാണ്. ഇതൊന്നും മനുഷ്യ കൈകളിലല്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാക്കേണ്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുഃഖകരമായ സാഹചര്യത്തിൽ നിന്നും അപകടത്തിൽ നിന്നും നമ്മെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാകണം. രോഗികളായ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരെല്ലാവരുടെയും രോഗം പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احينا للكتاب والسنه ومتنا مع الايمان والتوبه. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين.